മറ്റേ അണ്ടർവെയർ പുറത്ത് കാണിച്ച് മുണ്ട് മടക്കി കുത്തി ഡെസ്കിന്റെ മുമ്പിൽ കയറിയിരുന്ന് ഈ സാധനം മുഴുവൻ തല്ലി പൊളിച്ചെടുത്തതാണ്. നമുക്ക് ക്ലാസ് എടുക്കുകയാണ് ഈ സണ്ണി വക്കീലിനും എനിക്കൊക്കെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊക്കെ എങ്ങനെ നിയമസഭയിൽ പ്രവർത്തിക്കണം. അതായത് നമ്മൾ മര്യാദയ്ക്ക് വന്ന് എഴുന്നേറ്റ് നിന്ന് ഇത് പറഞ്ഞിട്ട് പോലല്ല, ഓന്റെ പോലെ മറ്റത് കാണിച്ചിട്ട് വേണം ചെയ്യാൻ. നാളെ വന്നോ. എന്നിട്ട് സോണിയാഗാന്ധിക്കെതിരെ വാർത്ത വരുമെന്ന് കണ്ടാൽ എന്ത് വിഡ്ഢിത്തവും വായിന്ന് വരുമോ? എന്ത് വിഡ്ഢിത്തവും വായിൽ നിന്ന് എന്ത് വിഡ്ഢിത്തവും. വിദ്യാഭ്യാസ മന്ത്രി. എന്റെ പിള്ളേരെ ഓർത്ത് ഞാനിങ്ങനെ സങ്കടപ്പെടുക. എന്റെ പിള്ളേരെ ഓർത്ത് ഇവരൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോ സ്കൂളിൽ പഠിക്കേണ്ട സ്ഥിതി നമ്മുടെ പിള്ളേർക്ക് ഉണ്ടായല്ലോ. കഷ്ടമെന്നല്ലാതെ എന്താ പറയാൻ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും തമ്മിൽ പരസ്യമായ വാക്പോര്. വിഡ്ഢിത്തം മാത്രം പറയുന്ന ആളാണ് എന്നും അണ്ടർവെയർ കാണിച്ച് നിയമസഭ തല്ലിപ്പൊളിച്ച ആളാണ് എന്നും പറഞ്ഞുകൊണ്ട് ശിവൻകുട്ടിക്കെതിരെ ആദ്യം രംഗത്ത് വന്നത് സതീശനാണ്. ഇയാളൊക്കെ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കേണ്ട ഗതികേട് നമ്മുടെ കുട്ടികൾക്കുണ്ടായല്ലോ എന്നും സതീശൻ പരിഹസിച്ചു. പിന്നാലെ സ്വന്തം മണ്ഡലത്തിലെ ആളെ സോഷ്യൽ മീഡിയയിലൂടെ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിൽ പച്ചത്തെറി വിളിച്ച ആളിന്റെ പേരും വി ഡി സതീശൻ എന്നാണ് എന്ന് മന്ത്രി വി ശിവൻകുട്ടി തിരിച്ചടിച്ചു. ഇതോടുകൂടി പോര് കടുത്തു. സതീശന്റേത് തരം താണ പദപ്രയോഗങ്ങളാണ് എന്നും അണികളെ ആവേശഭരിതരാക്കാൻ അച്ഛന്റെ പ്രായമുള്ളവരെ പോലും അദ്ദേഹം ധിക്കാരത്തോടുകൂടി അധിക്ഷേപിക്കുകയാണ് എന്നും വി ശിവൻകുട്ടി പറഞ്ഞു. 10 വർഷം കൊണ്ട് 9,000 കോടി രൂപയുടെ വികസനം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്ന മറ്റൊരു സർക്കാരിനെ ചൂണ്ടിക്കാണിക്കാൻ സതീശനെ വെല്ലുവിളിക്കുകയാണ് എന്നും ശിവൻകുട്ടി പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെ പോലും നിയമസഭയിൽ വളരെ മോശം വാക്കുകളാണ് പ്രതിപക്ഷ നേതാവ് ഉപയോഗിക്കാറുള്ളത്. ഞാൻ പേടിച്ചു പോയി എന്ന ബോർഡ് സതീശന്റെ ഫോട്ടോയ്ക്കൊപ്പം പലയിടങ്ങളിലും സ്ഥാപിച്ചു കണ്ടു. തങ്ങളുടെ മാന്യത കൊണ്ടാണ് തിരിച്ച് പ്രതികരിക്കാത്തത് എന്നും തങ്ങൾ തിരിച്ചടിച്ചാൽ സതീശൻ പേടിക്കുക മാത്രമല്ല പേടിച്ച് മൂത്രം ഒഴിച്ചു പോകുമെന്നും മന്ത്രി പറഞ്ഞു. അണ്ടർവെയർ കാണിച്ച് നിയമസഭ തല്ലിപ്പൊളിച്ച ആളാണ് എന്ന പരാമർശത്തിനും ശിവൻകുട്ടി മറുപടി നൽകി. എന്തു ചോദിച്ചാലും സഭയിലെ കയ്യാങ്കളിയെക്കുറിച്ച് മാത്രമാണ് സതീശന് പറയാനുള്ളത് എന്നായിരുന്നു ശിവൻകുട്ടി പറഞ്ഞത്. മന്ത്രിയായതുകൊണ്ട് ആളുകളെ കൂട്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോയി മറുപടി പറയാൻ തനിക്ക് പരിമിതികളുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇയാളൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കേണ്ട ഗതികേട് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായല്ലോ എന്നും നിയമസഭ തല്ലിപ്പൊളിച്ചയാളാണ് ഇപ്പോൾ നിയമസഭയിൽ എങ്ങനെ പെരുമാറണമെന്ന് ക്ലാസ് എടുക്കുന്നത് എന്നും സതീശൻ തിരിച്ചടിച്ചു. അണ്ടർവെയർ പുറത്ത് കാണിച്ചുകൊണ്ട് മുണ്ടും മടക്കി കുത്തി ഡെസ്കിന്റെ മുൻപിൽ കയറിയിരുന്ന ഈ സാധനം മുഴുവൻ തല്ലിപ്പൊളിച്ച ഒരുത്തനാണ്. എന്നിട്ടിപ്പോൾ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നു. നമുക്ക് ക്ലാസ് എടുക്കുകയാണ്. ഈ സണ്ണി വക്കീലിനും എനിക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമൊക്കെ എങ്ങനെ നിയമസഭയിൽ പ്രവർത്തിക്കണമെന്ന് ക്ലാസ് എടുക്കുന്നു. വാർത്ത വരുമെന്ന് കണ്ടാൽ എന്ത് വിഡ്ഢിത്തവും വായിൽ നിന്ന് വരുമോ, എന്ത് വിഡ്ഢിത്തവും വരാമോ എന്നും സതീശൻ ചോദിച്ചു. എന്റെ പിള്ളേരെ ഓർത്ത് ഞാനിങ്ങനെ സങ്കടപ്പെടുകയാണ്. ഇവനൊക്കെ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ സ്കൂളുകളിൽ പഠിക്കേണ്ട സ്ഥിതി നമ്മുടെ പിള്ളേർക്കുണ്ടായല്ലോ. കഷ്ടമെന്നല്ലാതെ എന്താണ് പറയുക. ഇതായിരുന്നു സതീശന്റെ മറുപടി. എന്നാൽ താൻ RSSനെതിരെ നെഞ്ചും വിരിച്ച് പോരാടുന്ന സമയത്തെല്ലാം സതീശൻ വള്ളി നിക്കറിട്ട് നടക്കുകയായിരുന്നുവെന്ന് ശിവൻകുട്ടി പറഞ്ഞു. ഗോൾവാൾക്കർക്ക് മുന്നിൽ നട്ടെല്ല് വളച്ചത് ശിവൻകുട്ടിയല്ല, അത് വിനായക് ദാമോദർ സതീശനാണ് എന്നും അദ്ദേഹം തിരിച്ചടിച്ചു. RSSന് ഞാൻ സഹായം ചെയ്യുമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നും മന്ത്രി ചോദിച്ചു. കേരള രാഷ്ട്രീയത്തിലെ അസത്യങ്ങളുടെ രാജകുമാരനാണ് സതീശൻ എന്നും ശിവൻകുട്ടി പറഞ്ഞു. സോണിയാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞതാണ് ഇപ്പോൾ സതീശനെ ചൊടിപ്പിച്ചത്. സോണിയാഗാന്ധിയെ നിയമപരമായി ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. ക്രിമിനലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ കയ്യിൽ നിന്നും ചരട് കെട്ടിയത് എന്നും സോണിയ MP ആയിരുന്ന ബെല്ലാരിയിൽ സ്വർണം വിറ്റു എന്ന വാർത്ത ഞെട്ടിക്കുന്നതാണ് എന്നും ശിവൻകുട്ടി പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സതീശൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നും സത്യാവസ്ഥ പുറത്തു വരണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു.